കുറച്ച് ബീഫും കായും കൂടി കറി വെച്ചാലോ. എന്നിട്ട് ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് എന്നിവയൊക്കെ ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഇടാനായിട്ടുള്ള കായയും ഇഞ്ചി, പച്ചമുളക്, സവോള, ഒരു പകുതി കഷ്ണം തക്കാളി എന്നിവയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 3 വിസിൽ വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 2-3 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ അവിടെ വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മിക്സിയുടെ ജാറേപ്പാടിയാണ് കൊണ്ടു തന്നെ. ഇപ്പം ഉള്ളി ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കായും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കറി വെച്ച ചട്ടിയിലേക്ക് കുറച്ച് ചോറും കുറച്ച് തൈരും ഇച്ചിരി മാങ്ങാച്ചാറും കൊണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിച്ചാലുണ്ടല്ലോ, ആഹാ എന്താ ടേസ്റ്റ്. ഇതേപോലെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.